ഗുഡ് മോർണിംഗ് ശ്രീയേട്ടാ. ഞാൻ വീണ്ടും രേഷ്മയാണ് കേട്ടോ. ശ്രീകാന്തേട്ടനും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അവസാനം എഴുതിയ അനുഭവം ശ്രീകാന്തേട്ടൻ്റെ വോയിസിൽ കേൾക്കാൻ സാധിച്ചു. ഒരുപാട് താങ്ക്സ് കേട്ടോ. ഒരുപാട് അനുഭവങ്ങൾ വായിക്കുന്നുണ്ട്. എല്ലാവരും ഫേസ്ബുക്കിൽ ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടേതുണ്ടോ എന്നറിയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എൻ്റെ അനുഭവമാണ് ഞാൻ കേൾക്കുന്നത്. അതാ വായിക്കുന്നു. അത്ഭുതമായി. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എനിക്കുണ്ടായതപ്പോൾ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. എൻ്റെ ഉണ്ണിക്കണ്ണൻ വീണ്ടും എന്നെ കൈവിട്ടിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ഇടയ്ക്ക് ഞാൻ വെറുതെ ചോദിക്കും, കൂടെ ഉണ്ടല്ലോ എന്ന്. കഴിഞ്ഞ തവണ എഴുതിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നാട്ടിൽ പോയ കാര്യവും ഫ്ലൈറ്റിൽ വെച്ച് ഒരു അച്ഛന് വയ്യാതെ വന്ന കാര്യവും. ലാസ്റ്റ് മന്ത് 16-നായിരുന്നു ഞങ്ങൾ തിരിച്ചെത്തിയത് UK-യിലേക്ക്. ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ റൂമിൽ, അതായത് ഞാനും ഫാമിലിയും താമസിക്കുന്ന വീട്ടിലെ നെക്സ്റ്റ് റൂമിൽ താമസിക്കുന്ന കുട്ടിക്ക് ചിക്കൻ ബോക്സ്. ആ കുട്ടിക്ക് അത് മനസ്സിലായിരുന്നില്ല. ഞാൻ വന്നപ്പോൾ ആ കുട്ടി കിച്ചണിൽ കുക്കിംഗ് ആയിരുന്നു. പെട്ടെന്ന് അവളുടെ ഫേസൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഞാൻ അവളോട് കാര്യം പറഞ്ഞു. ആ സെക്കൻഡിൽ തന്നെ ആ കുട്ടി റൂമിലേക്ക് പോയി ക്വാറന്റീനിൽ ഇരിക്കാൻ തുടങ്ങി. ഭഗവാനെ, അതിനുശേഷം എൻ്റെ മനസ്സിലാകെ ടെൻഷനായി തുടങ്ങി. മക്കളുണ്ട്, അവർ കുഞ്ഞുങ്ങളാണ്. ചേട്ടനും ഞാനും ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? എല്ലാവർക്കും വന്നാൽ വരുന്നത് കൊണ്ടല്ല ശ്രീയേട്ടാ, ഒരു ഫാമിലി കംപ്ലീറ്റ് വന്നാൽ മിനിമം 1 മാസം കംപ്ലീറ്റ് ആവാതെ ജോബിന് പോകാൻ സാധിക്കില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? സാലറി ഇല്ലാതെ ഹൗസ് റെൻറ്റ്, ബില്ല്, ഗ്രോസറി, നാട്ടിൽ വീട് പണി നടക്കുന്നു, KSF അടവ്, അങ്ങനെ എല്ലാം ആരോട് ചോദിക്കും ഇത്രയും വലിയ തുക? ആകെ ഡൗണായി ഞാൻ. എൻ്റെ കണ്ണനോടും കൊടുങ്ങല്ലൂരമ്മയോടും എല്ലാം പ്രാർത്ഥിച്ചുട്ടോ. കൈവിടല്ലേ ഭഗവാനെ. അമ്മേ, ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം. അവർക്ക് എത്രയും പെട്ടെന്ന് ഭേദമാക്കി തരണേ. അവളോടുകൂടി ഈ അസുഖം മാറണേ. വേറെ ആർക്കും വരല്ലേ ഭഗവാനെ. ഞാൻ ത്രിമധുരത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന്. അന്ന് തുടങ്ങി ആ കുട്ടിയെ ഞാൻ നോക്കാൻ തുടങ്ങി. അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തും വീട്ടിൽ ആർക്കും വരാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രദ്ധിച്ചു. 8-ാം നാൾ ആ കുട്ടി കുളിച്ചു. അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് റൂമിലുള്ള വേറെ പയ്യൻ പനിച്ചു തുടങ്ങി. ഞാൻ ആകെ തകർന്നുപോയി ശ്രീയേട്ടാ. ആ പയ്യനാണെങ്കിൽ എൻ്റെ മക്കളുമായി ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഞാനും ഹസ്ബൻഡ് ഉറപ്പിച്ചു, ഇനി അപ്പോൾ നമുക്കും വരും. എന്നാലും ഞാൻ എൻ്റെ കണ്ണനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, കൈവിടല്ലേ കണ്ണ. അത്ഭുതം എന്ന് പറയട്ടെ ശ്രീകാന്തേട്ടാ, 3 ദിവസം കഴിഞ്ഞ് ആ പയ്യൻ പറയാ, ചേച്ചി ചൂട് കൂടിയിട്ടുള്ള സ്പോട്ടാണ്, പിന്നെ വൈറൽ ഫീവറുമാണ് എന്ന്. എന്നാലും അവൻ 6 ഡേയ്സ് ക്വാറന്റൈനിലിരുന്നു. അതിനുശേഷം അവനും ഓക്കെയായി. ഒരു കുഴപ്പവും എൻ്റെ ഭഗവാൻ വരുത്തിയില്ല. പിന്നെ ആർക്കും ആ കുട്ടിയോട് കൂടി ആ അസുഖം അങ്ങ് മാറിക്കിട്ടി. ഇപ്പോൾ എല്ലാം ഓക്കെയായി. ബാക്ക് ടു നോർമലായി ശ്രീകാന്തേട്ടാ. എൻ്റെ കണ്ണനും കൊടുങ്ങല്ലൂർ അമ്മയും എല്ലാ ദൈവങ്ങളും എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇതൊന്ന് വായിക്കണേ ശ്രീയേട്ടാ. ഇതൊരു അനുഭവം മാത്രമല്ല, എൻ്റെ പ്രാർത്ഥന കൂടിയാണ് ഭഗവാനോട്. എന്താ കഥ? രേഷ്മ, എനിക്ക് ഓർമ്മയുണ്ട് ഇതിനു മുമ്പ് അനുഭവം അയച്ചതും കാര്യങ്ങളൊക്കെ. സ്ഥിരമായിട്ട് അനുഭവം കേൾക്കുന്നവർക്ക് ഈ ഗ്രൂപ്പിൽ വീണ്ടും വീണ്ടും പറയുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക്, ആ വ്യക്തികളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ് അവരൊക്കെ. അപ്പം വേറെ എന്താ പറയാൻ? വേറെ ഒന്നും പറയാനില്ല. മനോഹരമായ ഈ അനുഭവം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക, ജോയിനായിട്ട് മാത്രം അനുഭവങ്ങൾ അയക്കുക. അങ്ങനെയാണ് ഇനി പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഹരേ കൃഷ്ണ.